18 ലക്ഷം രൂപ ചെലവിലാണ് KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ സിമുലേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. യഥാർത്ഥ വാഹനങ്ങളിലേതുപോലെ സ്റ്റിയറിംഗും ഗിയറും ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഹോണും എല്ലാം ഇതിലുണ്ട്. സിമുലേറ്ററിൽ പരിശീലനം നേടുമ്പോൾ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന പ്രതീതിയുണ്ടാകും. അരികിലൂടെ വാഹനങ്ങൾ കടന്നുപോകും, എതിർദിശയിൽ വാഹനങ്ങൾ വരും, തടസ്സങ്ങൾ ഉണ്ടാകും. കൂടാതെ പരിശീലനത്തിനാവശ്യമായ ശബ്ദ സന്ദേശങ്ങളും കേൾക്കാൻ കഴിയും. പ്രാക്ടിക്കലി നമ്മൾ റോഡിൽ എന്താണോ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ ഈ ഹാളിൽ ഈ സിമുലേറ്ററിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ സിമുലേറ്ററിന്റെ ഒരു പ്രത്യേകത. എല്ലാ ക്ലാസ്സുകളിലും കൊടുക്കും. പലർക്കും എന്താണ് ക്ലച്ച്, എന്താണ് ഹാഫ് ക്ലച്ച്, എന്താണ് ഗിയർ, എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല. എപ്പോഴാണ് നമ്മൾ ബ്രേക്ക് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഏതൊക്കെ അവസരങ്ങളിലാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ സംശയം വരും. അപ്പൊ നമ്മൾ ഈ സിമുലേറ്റർ ഉപയോഗിച്ച് ക്ലാസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ സോൾവ് ആവുകയാണ് ചെയ്യുന്നത്. ഒരു വർഷം മുമ്പാണ് KSRTC മാനന്തവാടി ഡിപ്പോയിൽ ഹെവി വാഹനങ്ങളുടെ ഡ്രൈവിംഗ് പരിശീലനം ആരംഭിച്ചത്. ഇതുവരെയായി 70 പേർ പരിശീലനം പൂർത്തിയാക്കി ലൈസൻസ് നേടിക്കഴിഞ്ഞു. ഹെവി ലൈസൻസ് എടുത്തതിൽ 7 പേർ വനിതകളാണെന്നതും ശ്രദ്ധേയമാണ്. മികച്ച രീതിയിൽ പരിശീലനം നൽകി വരുന്നുണ്ട്. അതിനിപ്പം നിരവധി വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് ട്രെയിനിങ് കഴിഞ്ഞ് പരിശീലനം കഴിഞ്ഞ് പുറത്തിറങ്ങി 21 പേർ ഇവിടെ നിന്ന് ബൈക്ക്, കാർ ലൈസൻസ് നേടിക്കഴിഞ്ഞു. 18 പേർ പരിശീലനത്തിലാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്. എം കമൽ നമ്മുടെ കൂടെയുണ്ട്. കമൽ, സംഭവം എന്തായാലും കൊള്ളാമല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പഠനം സ്മാർട്ടായാൽ ഡ്രൈവിംഗ് സ്മാർട്ടാകും, ഡ്രൈവർ സ്മാർട്ടാകും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സംവിധാനങ്ങൾ സ്മാർട്ടായാൽ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് പോവുകയും ചെയ്യും. നമ്മുടെ KSRTC അതിന് മുൻകൈ എടുക്കുന്നു എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. KSRTCയെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ മുൻപേ പറയുന്ന കാര്യങ്ങളാണ്. ടിക്കറ്റിന് പുറമേയുള്ള വരുമാനം വർദ്ധിപ്പിക്കണമെന്നുള്ളത്. അങ്ങനെയാണ് KSRTC മാനേജ്മെന്റ് ഈ യാത്രക്കാരിൽ നിന്നുള്ള ടിക്കറ്റ് വരുമാനത്തിന് പുറമെ മറ്റ് പല പദ്ധതികളും ആവിഷ്കരിച്ചത്. അതിൻ്റെ ഭാഗമായാണ് കൊറിയറും ഡ്രൈവിംഗ് സ്കൂളും ഒക്കെ തുടങ്ങിയത്. കൊറിയറൊക്കെ വലിയ വിജയമായി മാറി. ഡ്രൈവിംഗ് സ്കൂളും അതേപോലെ തന്നെയാണ്. വയനാട്ടിൽ മാനന്തവാടി ഡിപ്പോയിലാണ് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത്. ആദ്യം ഹെവി ലൈസൻസ് എടുക്കാനുള്ള പരിശീലനം മാത്രമായിരുന്നു. അതിൽ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ ലൈസൻസ് നേടിക്കഴിഞ്ഞു. പിന്നീടാണ് കാറിൻ്റെയും ബൈക്കിൻ്റെയും ഉൾപ്പെടെ ഒരു സമ്പൂർണ്ണ ഡ്രൈവിംഗ് സ്കൂളായി മാറിയത്. അതിലേക്കാണ് ഇപ്പോൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, വളരെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ളൊരു സിമുലേറ്റർ വന്നിരിക്കുന്നത്. അതായത് വെർച്വലായി ഇരുന്ന് റോഡിലൂടെ വാഹനം ഓടിക്കുന്നത് പോലെ തന്നെ ഡ്രൈവിങ്ങിൽ പരിശീലനം നേടാൻ കഴിയും. പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. നേരിട്ട് വാഹനം റോഡിൽ ഇറക്കാതെ തന്നെ വാഹനത്തിലെ ഉപകരണങ്ങൾ, പ്രത്യേകിച്ച് ബ്രേക്കും ആക്സിലേറ്ററും ക്ലച്ചും ഗിയറും സ്റ്റിയറിംഗും ഒക്കെ പരിചയപ്പെടാനും അതേപോലെ തന്നെ എതിരെ റോഡിലെ കാര്യങ്ങളടക്കം വെർച്വലായി ഇതിനകത്ത് ഇരുന്നുകൊണ്ട് പരിശീലനം നേടാൻ സാധിക്കും. അതിനുശേഷം സ്വാഭാവികമായും വാഹനം ഓടിച്ച് റോഡിലേക്ക് ഇറങ്ങി ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ കൂടുതൽ എളുപ്പമാകും. അതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. 18,000 രൂപ ചെലവഴിച്ചാണ് ഈ സംവിധാനമൊക്കെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതിയും വലിയ വിജയമാവുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരം സാങ്കേതിക വിദ്യകൾ KSRTC കൊണ്ടുവരുന്നത്. KSRTC ആനവണ്ടി എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ നൊസ്റ്റാൾജിയാണ്. മലയാളിയെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനം ഇങ്ങനെ പല മേഖലകളിലും പുതിയ മേഖലകൾ തുറന്ന വിജയം ശരിയാണ് കമൽ. നമ്മൾ റോഡിൽ സ്മാർട്ടാകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ KSRTCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമല്ലേ? അപ്പോൾ ആദ്യ തുടക്കത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഗെയിമിനെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകുമെങ്കിലും അങ്ങനെയല്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കൃത്യമായിട്ട് വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട്, കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മുന്നിലേക്ക്, ഗതാഗത നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് പോകാൻ, നമുക്കത് സ്മാർട്ടാകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ KSRTCക്കുള്ളിലായാലും മൊത്തത്തിലും ഇതൊക്കെ വ്യാപിച്ച് കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ പോകട്ടെ. ശരി.